ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSLC ഹിന്ദി എക്സാമിനേഷന് പോസ്റ്റർ എന്നൊരു ഭാഗത്ത് നിന്ന് എല്ലാ വർഷവും 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. 2024 മുതൽ 2014 വരെ എന്തെല്ലാം ടൈപ്പിലാണ് പോസ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ളത് എന്ന്. സോ ആദ്യം തന്നെ ഇപ്പോൾ കഴിഞ്ഞ പോസ്റ്റർ, അതായത് 2025 മോഡലിൽ ചോദിച്ച പോസ്റ്റർ നമ്മളോട് അന്താരാഷ്ട്രീയ ബാലികാ ദിവസത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. സോ അവിടെ ഒരു സങ്കോഷ്ഠി നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ പോസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്. പോസ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് ഏതാനും കാര്യങ്ങൾ പറയും. പോസ്റ്റർ എപ്പോഴും 2 വിധത്തിലുണ്ട്. ഒന്ന്, സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ. രണ്ടാമത്തെ, എന്തെങ്കിലും ഒരു കാര്യക്രമത്തെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നൽകുന്ന ഒരു പോസ്റ്റർ. സോ ആ പോസ്റ്ററിലായിരിക്കും എന്താ ഡേറ്റ്, ടൈം, ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആള്, ഇത് നേതൃത്വം കൊടുക്കുന്ന ആള്, പിന്നെ ലാസ്റ്റ് ഒരു സബ്കാ സ്വാഗതം എന്ന ഒരു ഡയലോഗ് ഉണ്ടാകുന്നത്. സോ 2 ടൈപ്പ് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇതിൽ ഏതാണ് ഈ ഒരു പോസ്റ്റ് നമ്മൾ റെഡി ആക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്തായിരിക്കും നിങ്ങളുടെ മാർക്സ് മൊത്തം നിൽക്കുന്നതുണ്ടാവുക. സോ കൃത്യമായിട്ട് വായിച്ച് നോക്കാതെ ഒരിക്കലും പോസ്റ്റ് അറ്റൻഡ് ചെയ്യരുത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ടൈം വളരെയധികം സേവിങ് ആയിട്ടുള്ള ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2025 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇവിടെ കൃത്യമായിട്ട് ഒരു വാക്കുണ്ട്, സങ്കോഷ്ഠി. സങ്കോഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർ എന്നാണ് അർത്ഥം. സോ ഇവിടെ ഒരു സെമിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ഒരു അന്താരാഷ്ട്രീയ ബാലിക ദിവസം ആയതുകൊണ്ട് ഹെഡിങ് നമ്മൾ അതുപോലെ കൊടുത്തു. സങ്കോഷ്ഠി പ്രോഗ്രാമാണ് നടക്കുന്നുണ്ട്. സോ ഡേറ്റ്, ഇതിനകത്ത് താരിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് എന്നാണ് അർത്ഥം. സമയം എന്ന് പറഞ്ഞാൽ ടൈം, നിങ്ങൾക്ക് അറിയായിരിക്കും. സ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്. ഇത് ഓൾ ആർ വെൽക്കം എന്നൊരു മീനിങ് ആണ് വരുന്നത്. സോ ഇത് ഇങ്ങനെയും അല്ലാതെ ഒരുപാട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നേതൃത്വം എന്ന് പറഞ്ഞ് ആരാണ് ഇതിന് മുൻകൈ എടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഉദ്ഘാടൻ, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറയാം. ഒരു വ്യക്തിയുടെ പേരെഴുതി ബ്രാക്കറ്റിൽ കവി എന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2024 മാർച്ചിൽ നടത്തിയ എക്സാമാണ്. ഇത് സെയിം തന്നെയാണ്. പക്ഷെ ഇസ് അവസർ पर हर लड़की आगे बढ़ो का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരോ. ഇതിനകത്ത് പ്രോഗ്രാം ഒന്നും ആരും നടത്തുന്നില്ല. ഈ ഒരു ദിവസത്തിൽ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ റെഡിയാക്കൂ എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്താ ചെയ്യാൻ പറ്റുക? ദിവസം തന്നിരിക്കുന്ന എല്ലാം തന്നെ കൊടുക്കുക. തന്നിരിക്കുന്ന ഒരു ബാലികാ ദിവസം എന്നുള്ളത് കൊടുക്കാം, ഡേറ്റ് കൊടുക്കുക, പിന്നെ തന്നിരിക്കുന്ന ഒരു കോട്ട് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടെ കൊടുക്കുക. ഇവിടെ സബ് ബഡോ സബ് ബഡേ, എല്ലാവരും പഠിക്കൂ, എല്ലാവരും വലുതാകൂ. അതുപോലെ ലഡ്കി ലഡ്കാമേ ബേബാദ് നാ ഹോ, അതായത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല എന്നൊരു മീനിങ്. പിന്നെ സമാനത സബ്കാ അധികാർ ഹേ, ഇക്വാലിറ്റി എല്ലാവരുടെയും അധികാരമാണ്, എല്ലാവരുടെയും റൈറ്റ് ആണ്. സോ ഇത്രയൊക്കെ മതിയാവും ഈ ഒരു പോസ്റ്ററിന്. സോ ഇതൊരു നല്ല രീതിയിലായിട്ട് കുറച്ചൊരു ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വരുന്നത് 2024 മോഡൽ എക്സാമിനെ കുറിച്ചാണ് വരുന്ന ക്വസ്റ്റ്യനാണ്. അതിനകത്ത് നമുക്കൊരു പോസ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് ഓഫ് പോസ്റ്റർ ഉണ്ട്. അതിൽ ഏതാണ് ഇത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ എന്താണ് സന്ദേശ് ദേത്തെ ഹുയി, എന്ത് സന്ദേശം? ഇതെവിടെ ഉണ്ട്? മാന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഘോഷിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. സോ എന്തോ ഒന്ന് ആഘോഷിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സോ ആഘോഷത്തിൻ്റെ രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ബേസിസിൽ ഇതാ ദില്ലിക്ക് മാനവീയാധികാർ സമിതി, അപ്പോൾ നേതൃത്വം ആരാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദില്ലി അവരാണ് എന്നത്. അടുത്തത്
ഡേറ്റ് താരിഖ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഏപ്രിൽ 2024 ആണെന്ന്. പിന്നെ ദിവസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദാ സമതാ ദിവസ് ആണ് എന്ന്. ഇനി അടുത്തത് ദാ ഈ ജാതിഗത ഭേദഭാവ് സമാജ് കാ അഭിശാപ്, ഇത് നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുത്തൂടെ? എന്നിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തൂടെ? ഇത് നമുക്ക് കുറച്ചും കൂടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തൂടെ? താരിഖ് സമയം നമുക്ക് കൊടുത്തൂടെ? സുബഹ് 10 ബജെ, അതായത് സുബഹ് എന്ന് പറയുന്നത് എന്താ? സുബഹ് എന്ന് പറഞ്ഞാൽ എന്താ? സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ്. 10 ബജെ എന്ന് പറഞ്ഞ എന്താ? 10 മണിക്ക്. സോ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തൂടെ? പിന്നെ ഒരു സ്ഥാൻ കൊടുത്തൂടെ? സ്ഥലം, പ്ലേസ്, വല്ല സ്കൂൾ, മൈതാനോ, അങ്ങനെ എന്തെങ്കിലും കൊടുത്തൂടെ? എന്തെങ്കിലും ഒരു ക്ലബ്ബെന്നോ എന്തെങ്കിലും കൊടുക്കാമല്ലോ. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ റഫായിട്ട് പറഞ്ഞു തന്നതാണ് എങ്ങനെ ഈ ക്വസ്റ്റിനിൽ നിന്ന് കണ്ടന്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ച് നിങ്ങൾക്ക് ഇത് പോസ്റ്റർ റെഡിയാക്കാവുന്നേ ഉള്ളൂ. അടുത്തത് 2023 മാർച്ചിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പിക് ഇത് തന്നിട്ടുണ്ട്. യഹ് സന്ദേശ് ദേനെ വാലെ പോസ്റ്റർ തയ്യാർ കരോ. വലിയ കൺഫ്യൂസിങ് അല്ല, സന്ദേശം തരണമാണ്. ടോപ്പിക് തന്നിട്ടുണ്ട്. സോ ഇത് അതുപോലെ നമുക്ക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ എന്താ, ലഡ്ക ലഡ്കി എന്ന് ഹെഡിങ് കൊടുക്കാം. 4 സൈഡ് കൃത്യമായി നിങ്ങൾ വരച്ചിരിക്കണം. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട, നമ്മൾ മുന്നേ ചെയ്തല്ലോ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ ബാലികാ ദിവസത്തിൽ വരുന്ന തന്നെയല്ലേ ലഡ്കിയിലും വരുന്നത്. ഇതേ പോയിന്റുകൾ ഇപ്പം ഈ പോയിന്റ് ആഡ് ചെയ്തൂടെ, ഈ പോയിന്റ് ആഡ് ചെയ്തൂടെ, ഈ പോയിന്റ് ആഡ് ചെയ്തൂടെ, ഇത് ആഡ് ചെയ്യാലോ. ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പല രീതിയിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്നത് എന്താണേലും എഴുതാൻ നോക്കുക. സോ ഇത്രയും ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറഞ്ഞൂടെ. അടുത്തത് 2023 മോഡലിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് സങ്കോഷ്ഠി, ഒരു സെമിനാർ നടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സെമിനാർ നടത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് തന്നെ സങ്കോഷ്ഠി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. സങ്കോഷ്ഠി എന്ന് പറഞ്ഞിട്ട് താരിഖ് എന്താ, ഡേറ്റ് എന്താ പറഞ്ഞതാ? മാർച്ച് 8 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 8 ആണെന്ന്. പിന്നെ എന്താ, അത് അന്താരാഷ്ട്ര ബാലികാ ദിവസമാണത്. വേണമെങ്കിൽ എന്താ, നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വിഷയം എന്താണ്? ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് വിഷയം. സോ നിങ്ങൾക്ക് വിഷയ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്തൂടെ? എന്നിട്ട് വിഷയം എഴുതിക്കൂടെ? സമയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സമയം കൊടുത്തൂടെ? സുബഹ് ഏതെങ്കിലും ഒരു 9 ബജെ അങ്ങനെ എന്തെങ്കിലും കൊടുത്തൂടെ? സ്ഥാൻ ഒന്നും ഇതുവരെ നിലവിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എഴുതാലോ. ലാസ്റ്റ് എന്താണ്, ഒരു സബ്കാ സ്വാഗതം കൂടി എഴുതിയാൽ പോരെ? പോസ്റ്റർ ആയില്ലേ? നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റിൽ നിന്നും അത് എന്ത് ടൈപ്പ് ഓഫ് പോസ്റ്റർ ആണ് എന്നതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത് എന്താണ്, പോസ്റ്ററിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. മൂന്നാമത് എന്ത് ചെയ്യണം, പോസ്റ്റർ നമ്മളൊന്ന് ക്രിയേറ്റിവിറ്റി വെച്ച് അറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതുക. കൃത്യമായി പറയുന്നു, ബോർഡർ നിർബന്ധമായി വരച്ചിരിക്കണം എന്ന കാര്യം. അടുത്തത് 2022 മാർച്ചിൽ ചോദിച്ച പോസ്റ്ററാണ് സങ്കോഷ്ഠി. ഡേറ്റ് തന്നിട്ടുണ്ട്, ഡേറ്റിന്റെ പ്രത്യേകത തന്നിട്ടുണ്ട്, വിഷയം തന്നിട്ടുണ്ടോ? ഇസ് അവസർ पर കേരള എറണാകുളത്തെ നേതൃത്വം. അപ്പൊ നേതൃത്വം ആരാന്ന് കൃത്യമായി തന്നിട്ടുണ്ട്. ബാൽശ്രം വിഷയവും തന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? താരിഖ് തന്നിട്ടുണ്ട്, ഡേറ്റ്, സമയം നമുക്ക് ഉണ്ടാക്കി എഴുതാം, സ്ഥാനം നമുക്ക് ഉണ്ടാക്കി എഴുതാം. പിന്നെയോ നേതൃത്വം ആരാന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, എഴുതാം. വിഷയം തന്നിട്ടുണ്ട്, എഴുതാം. സങ്കോഷ്ഠിയാണ് എന്ന് നമുക്ക് എഴുതി വെക്കാം. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണേലും ഇതിന്റെ സൈഡിൽ കൂടെ എന്തെങ്കിലും 4 പൂ വരയ്ക്കുകയും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുട്ടിയെ വരയ്ക്കുക, എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ടൈമിനനുസരിച്ച് ക്വസ്റ്റ്യന് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് 2022 മോഡൽ എക്സാം ആണ്.
എന്താണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിനകത്ത് ജസ്റ്റ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇത് വളരെ ഈസി ഉള്ളൊരു പോസ്റ്റർ സത്യം പറഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ, രാഷ്ട്രീയ ബാലികാ ദിവസമാണ്. സോ രാഷ്ട്രീയ ബാലികാ ദിവസം നിങ്ങൾക്ക് എഴുതാം. ഇവിടെ രാഷ്ട്രീയ ബാലികാ ദിവസം എഴുതിയെന്ന് എഴുതിക്കോ. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റും കൂടി ഒന്ന് എഴുതിയെന്ന് എഴുതി. ഇതൊക്കെ ഹിന്ദിയിൽ എഴുതണുണ്ടോ ജാനുവരി എന്നുള്ളതൊക്കെ. അതിനുശേഷം എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ടല്ലോ ലഡ്ക ലഡ്കി, അതിവിടെ ഒരു ഒന്നിലാക്കി എഴുതാം. അടുത്തത് സബേ പഠോ, അത് അടുത്തതിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. വേറൊന്നിൽ വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാം. പിന്നെ ലാസ്റ്റ് വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കാം. ഇങ്ങനെ നിങ്ങൾ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റർ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെയാണല്ലോ. ഇങ്ങനെ അവിടെ എവിടെയും കൂടുതൽ ലഡ്ക ലഡ്കി ബേബാദ് അതിനകത്താണ് കൂടുതലൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 സെന്റൻസും കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായി, പോസ്റ്റർ റെഡിയായി. അടുത്ത 2021 പോസ്റ്റർ നോക്കാം. ഇത് എന്ത് പോസ്റ്ററാണ്? ഓഗസ്റ്റ് 19 വിശ്വമാനവ ദിവസമാണ്. അവസർ പർ ദ ഏതോ ഒരു സമിതി കേട്ടോ, ഇത് സമിതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതോ ഒരു സമിതി ജയ്സൽമീറിലുള്ള സമിതിയാണ്. എന്താണ് സമിതി ചെയ്തത്? വിശ്വ പ്രേം ഭായ്ചാരോ ആദി സന്ദേശം കാ പ്രചാർ കർണേ ജാ രഹാ ഹൈ, അവരാണ്. അപ്പോൾ സോ നിങ്ങൾ എന്ത് ചെയ്യാം, പോസ്റ്റർ സാധാരണ പോലെ ഒരു സന്ദേശം എന്ന രീതിയിൽ എഴുതുക. എന്നിട്ട് ആരാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആ ജ്വാല കലാ സമിതി ജയ്സൽമീർ എന്നുള്ളത് എഴുതുക. എവിടെ ലാസ്റ്റ് ആയിട്ട് എഴുതുക. അതിനു മുമ്പ് ഇവിടെ നമുക്ക് ഹെഡിങ് ആയിട്ട് വിശ്വ മാനവത ദിവസം എഴുതിക്കൂടെ? ഡേറ്റ് ഇവിടെ കൊടുത്തൂടെ? ഓഗസ്റ്റ് ഞാനിങ്ങനെ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു വിശ്വപ്രേമ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുണ്ടല്ലോ. ഇങ്ങനെ ഒരു 4-5 വരികൾ അവിടെ ഇവിടെ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, പോസ്റ്ററായി. ഓക്കെ. അടുത്ത പോസ്റ്റർ 2021 ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സങ്കോഷ്ഠിയാണ് എന്ന്. ആരുടെ നേതൃത്വത്തിൽ? ഇവരുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഇനി ഡേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ, വിഷയം തന്നിട്ടുണ്ട്. വിഷയം തന്നു. അടുത്തത് ദില്ലി, സ്ഥാന് തന്നിട്ടുണ്ട്. ഇത് സ്ഥാനാണ് കേട്ടോ. സ്ഥാൻ തന്നു. അടുത്തത് താരിഖ് തന്നു. പിന്നെ നേതൃത്വം തന്നു. വിഷയം തന്നിരിക്കുന്നു. ഇത് എന്ത് ദിവസമാണെന്നുള്ളതും തന്നിട്ടുണ്ട്. ഏപ്രിൽ 16. സോ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഓർഡറിൽ എഴുതുക എന്ന് മാത്രമേ നിങ്ങളുടെ ജോലി വരുന്നുള്ളൂ. സോ 2020 പോസ്റ്റർ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ എന്താ, സങ്കോഷ്ഠി നമ്മൾ ഇതുവരെ നോക്കിയിട്ട് ഇവിടെ വേറൊരു പരിപാടിയാണ്, ഫിലിം കി പ്രദർശൻ എന്നതാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ. സോ ഇങ്ങനത്തെ പോസ്റ്റർ വരുമ്പോൾ കൃത്യമായിട്ട് നോക്കണം കേട്ടോ എന്താണെന്ന്. ഇത് നമുക്ക് ഏക് കലാം എന്നത് ആണ് എന്ത് സിനിമേൻ്റെ പേര്. ഹെഡിങ് ആയിട്ട് അത് കൊടുത്തൂടെ? ഇനി അതിൻ്റെ ഇടയിൽ എന്ത് പരിപാടിയാണ് നടക്കുന്നത്? ഫിലിം കാ പ്രദർശൻ നടക്കുന്നുണ്ട് എന്ന് എഴുതിക്കൂടെ? ഇനി അതിൻ്റെ എന്നാണ് നടക്കുന്നതെന്നുള്ള താരിഖ്, സമയം, സ്ഥാൻ കൊടുത്തൂടെ? തീയതി, സമയവും സ്ഥലവും. ഇത് ഇത്രയും പോലെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മതിയല്ലോ നമുക്ക് എത്തിച്ചേരാനായിട്ട്. ഏറ്റവും ലാസ്റ്റ് ഒരു സബ്കാ സ്വാഗതം കൂടെ വേണം, മറക്കരുതേ. ഇനി വേറെ ഇവിടെ എന്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? എന്തിലാണ് ഇത്? എന്തിൻ്റെയാണ്? വാർഷിക സമാരോഹത്തിൽ. സോ നേതൃത്വം ആരാണ്? കിട്ടിയില്ലേ അവിടെ നിന്ന് തന്നെ? ഈ ക്ലബ്ബ്, ഇതൊരു ക്ലബ്ബാട്ടോ, ചെന്നൈയിലുള്ള ഈ ക്ലബ്ബാണ് എന്ത് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അതും കൂടെ എഴുതാൻ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ.
പറ്റില്ലേ? വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ഇത് ആരുടെ ഫിലിമാണ്? നീൽ മാധവ് പാണ്ഡെ ആണല്ലോ. അതും വേണമെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പറ്റില്ലേ? പറ്റും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. സോ 2020 മാർച്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരുപാട് പ്രോഗ്രാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കൃത്യമായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോസ്റ്ററിൽ നിങ്ങൾക്ക് 4 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഇത്. സോ എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.